ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ചിലപ്പോൾ തന്നെ മോർണിംഗിൽ ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ വീഡിയോസ് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. 5 മിനിറ്റ് ഇന്ന് കാണുമ്പോൾ ഞാൻ വേറൊരു സൈഡിലേക്കാണ് പോയേക്കുന്നത്. വോക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ നല്ല നേച്ചർ ആയിട്ട് നല്ല സൂപ്പർ പ്ലേസ് ഉണ്ട്. അവിടെ പണിതുകൊണ്ടിരിക്കുക ഗാർഡനാണെന്ന് തോന്നുന്നു. അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് ഓൾറെഡി അവിടെ ആൾക്കാർ നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് അടി കൂടെ വേറെ നല്ല സ്പേസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഏരിയ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടിപ്പാണ് കലോറിക് ഡെഫിസിറ്റ് ഡയറ്റിനെ കുറിച്ച്. കലോറിക് ഡെഫിസിറ്റ് ഡയറ്റിൻ്റെ പ്രയോജനമാണ് പറയുന്നത്. അപ്പം കലോറിക് ഡെഫിസിറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കുറവ്, ഇല്ലായ്മ, അതിന് ആവശ്യമുള്ളത് കൊടുക്കാതെ ആവശ്യമുള്ളത് കിട്ടാതെ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ എനർജി യൂസ് ചെയ്യണം. അപ്പോൾ കലോറിക് ഡെഫിസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡെഫിസിറ്റിലേക്ക് നമ്മൾ പോകണം. അതായത് നമുക്ക് ഒരു നോർമൽ അഡൽട്ട്സിന് നമുക്ക് വേണ്ടത് 2000 കലോറിക് ഡയറ്റ് ആണ്, അപ്രോക്സാണ് ഞാൻ പറയുന്നത്. അത് എല്ലാവരുടെയും BMI ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹൈറ്റും വെയ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളത് ചെയ്യാതെ നമുക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാവർക്കും അക്കോർഡിംഗ് ടു അവരുടെ BMIക്ക് അനുസരിച്ച് വേറെയാണ് കലോറിക് ഡെഫിസിറ്റിനെ കുറിച്ച് കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ കലോറി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമേ ഡയറ്റ് പ്ലാനൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് വേണം അതിനെക്കുറിച്ച് ചെയ്യാൻ. കാരണം പലർക്കും പല ഹെൽത്ത് ഇഷ്യൂസുകളുണ്ട്. BP ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, ഹാർട്ടിനെസ് ഉള്ളവരുണ്ട്, കിഡ്നികൾസ് ഉള്ളവരുണ്ട്. പ്രോപ്പറായിട്ടൊരു ഡയറ്റിൻ്റെ പ്ലാൻ ഇല്ലാതെയോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ നോക്കാതെ ഒരിക്കലും നമ്മളൊരു ഡയറ്റ് പ്ലാനിലേക്ക് പോകരുത്. അത് വലിയൊരു ഇഷ്യൂസ് ഉണ്ടാക്കും നിങ്ങൾക്ക്. തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് 2000 കലോറി വെച്ച് നമ്മളൊന്നും നോർമൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു യങ്ങായിട്ടുള്ള നല്ലൊരു അഡൾട്ടിന് വേണ്ടിയ കലോറിയാണ് അത്രയും. അപ്പോൾ കലോറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ആ 2000 നിന്ന് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പിലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണണം. ഒരു ഫുഡും അല്ലെങ്കിൽ നമ്മളൊരു ഡേയിൽ എങ്ങനെ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോപ്പറായിട്ട് എത്രയാ കലോറി അല്ലെങ്കിൽ എങ്ങനെയാണ് ഫുഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് 2000 നിന്ന് നമ്മൾ ഗ്രാജുവലി 3 ഡേയ്സ് 2000 കഴിച്ചു. അതിനുശേഷം 100 അല്ലെങ്കിൽ 200 കലോറി കുറച്ച് കഴിച്ചു. നെക്സ്റ്റ് വീക്കിൽ 100 കലോറി മീൻസ് ഡയറ്റീഷ്യൻ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ എങ്ങായിട്ടൊരു വ്യക്തിക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കുറച്ച് എന്താ പറയുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും എനർജി ലെവലിനൊക്കെ ബൂസ്റ്റപ്പ് ആക്കാൻ. അത് 1 വീക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് അഡാപ്റ്റ് ആവും. നമ്മുടെ ശരീരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള സംഭവമാണ് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം. നമ്മളെല്ലാവരും വിചാരിക്കും അയ്യോ എനിക്ക് വിശക്കുന്നു ഇപ്പോൾ പട്ടിണി കിടന്നാൽ എനിക്ക് തലകറങ്ങും അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ബോഡി അതനുസരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കലോറി ഡെഫിസിറ്റ് പോയാലുള്ള പ്രയോജനം വെച്ചാൽ ഒത്തിരി എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഫാറ്റ് റിലീസ് ആവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു എനർജി ലെവലിലേക്ക് മാറാൻ ചെയ്യുകയും സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എപ്പോൾ കലോറി ഡെഫിസിറ്റിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടോ വാട്ടറിൻ്റെ യൂസ് എന്തുവായാലും നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കണം. നമ്മൾ 25% അതുപോലെ 20 10% എന്തൊക്കെ ഫുഡുകൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ത് മാത്രം വേണമെന്നുള്ള കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എനർജി ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കലോറി ഡെഫിസിറ്റിലേക്ക് പോകുമ്പോൾ ഒരു മീഡിയം ലെവൽ എക്സസൈസ് ചെയ്താലും അതായത് 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കലോറി ഡെഫിസിറ്റ് പ്ലസ് 20% എക്സസൈസ് 25% എക്സസൈസിനെ കുറിച്ച് ഞാൻ പറയത്തുള്ളൂ. ഒത്തിരി ഒന്നുമില്ല. കാരണം കലോറി ഡെഫിസിറ്റിൽ പോകുന്ന വ്യക്തിക്ക് ഓൾറെഡി ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. അത് കാരണം അവർക്ക് പിന്നെയും അവരുടെ എന്താ പറയുക ഹെൽത്ത് ഡൗൺ ആകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാകുമായിരിക്കും. അതൊന്നുമില്ല. നിങ്ങൾ
പ്രോപ്പറായിട്ട് ഒരു ടൈമിങ് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ടൈമിങ് പ്രോപ്പറായിട്ട് ഡയറ്റീഷ്യനിൽ നിന്ന് മേടിച്ചിട്ട് നമ്മുടെ ഡയറ്റിൻ്റെ ടൈമും എല്ലാം ക്ലിയറായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. കലോറി ഡെഫിസിറ്റിലല്ലാതെ നമ്മുടെ ബോഡിയിൽ ഫാറ്റും അതുപോലെ നമുക്കും എങ്ങനെയെങ്കിലും ഒക്കെ ലീൻ ആകണം അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റ് ലോസ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ കലോറി ഡെഫിസിറ്റിലേക്ക് നോക്കുമ്പോൾ പ്രോപ്പറായി ഡയറ്റീഷ്യൻ്റെ ഒരു ഗൈഡൻസോട് കൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് വെച്ചാൽ ബാംഗ്ലൂർ നല്ല തിരക്കുള്ള സ്ഥലമായതുകൊണ്ട് ഒരു എന്താ പറയുന്നത് ട്രാഫിക് റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യണ്ടേ, അതനുസരിച്ച് നിന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, വളരെ നല്ലൊരു സ്ഥലമാണ്. നേരത്തെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോഴാണ് വന്ന് ഇവിടെയൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നത് കലോറി ഡെഫിസിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു കലോറി ഡെഫിസിറ്റിലേക്ക് പോയാൽ നിങ്ങളുടെ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഫാറ്റ് ലോസ് കൂട്ടത്തിൽ മസിൽ ലോസ് ഉണ്ടാവും, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഇപ്പോൾ. പക്ഷേ പിന്നീട് നല്ലൊരു ഫാറ്റ് ലോസ് ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബോഡി ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ലീൻ മസിൽ സെറ്റപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ കലോറി ഡെഫിസിറ്റിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളത് എന്താ പറയുന്നത് ഗുണം സ്വന്തമായിട്ട് അനുഭവിക്കുക. ഇതുപോലെ ചെറിയ വീഡിയോസ് പിന്നീട് ചെയ്യുന്നതും. അതുവരെ ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പിന്നീട് കാണും വരെ ബൈ. താങ്ക് യു.